ഹായ് ഹലോ എല്ലാവർക്കും ഐറൂസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി റെഡ് വെൽവെറ്റ് കേക്കാണ്. അപ്പോൾ നമുക്ക് റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പി ഒന്ന് നോക്കിയിട്ട് വരാം. അതിനുവേണ്ടി ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗളിലേക്ക് ഒരു 3 എഗ്ഗ് പൊട്ടിച്ചൊഴിക്കാം. 5 എഗ്ഗ് വേണമെങ്കിലും എടുക്കാം. ഞാൻ പക്ഷേ ഒരു 1 kg കേക്കാണ് ചെയ്യുന്നത്, അപ്പം 3 എഗ്ഗിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്യുക, പിന്നീട് നമ്മൾ 2-ലൊക്കെ ഇട്ട് ബീറ്റ് ചെയ്ത് ഇതുപോലെ നന്നായിട്ട് പതപ്പിച്ചെടുക്കാം. അതിനുശേഷം 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതും കുറച്ചായിട്ട് ഇട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. 2-3 പ്രാവശ്യമായിട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ മൈദ മാവ് 1 കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട്. ഇത് 400 ml കപ്പാണ്. അപ്പം അതിന് 1 കപ്പ് മൈദാമാവാണ് എടുത്തിരിക്കുന്നത്. പിന്നീട് നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ വേണം. പിന്നെ 1 ടീസ്പൂൺ അളവിൽ കൊക്കോ പൗഡർ. ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് അരിച്ചെടുക്കുക. ഒരു 2-3 ടൈംസ് ഒക്കെ അരിച്ചെടുക്കുകയാണെങ്കിൽ അത്രയും നന്നായിരിക്കും. ഞാനിപ്പോൾ ഒരു 2 തവണയോളം ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബീറ്റ് ചെയ്ത് മാറ്റി വെച്ച എഗ്ഗിലേക്ക് നമുക്കൊരു ഡ്രോപ്പ് റെഡ് കളർ ഫുഡ് കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സൂപ്പർ റെഡാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് 1 ഡ്രോപ്പ് ഒഴിക്കുക. പിന്നെ കുറച്ചും കൂടി നല്ല കളർ വേണ്ടവർക്ക് ഒരു 2 ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1 ഡ്രോപ്പ് മാത്രമേ ഒഴിക്കുന്നുള്ളൂ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ അരിച്ചൊക്കെ വെച്ചിരിക്കുന്ന മാവ് കുറച്ചായിട്ട് ഇട്ട് ഇതേപോലെ പതുക്കെ ഒരേ സൈഡിലോട്ട് മാത്രം ഒന്ന് ഇളക്കി കൊടുക്കാം. അതുകൊണ്ട് ഇതേപോലെ ഒരു ഹാൻഡ് വിസ്ക് ഉണ്ടെങ്കിൽ ഹാൻഡ് വിസ്ക് വെച്ചോ അല്ലെങ്കിൽ ഈ ഒരു ഇത് വെച്ചിട്ടോ നമ്മളങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഒരേ സൈഡിൽ മാത്രമായിട്ട് ഇളക്കി കൊടുക്കാം. ഇതാ കുറച്ച് തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പം എല്ലാം ഞാൻ ഇതിലേക്ക് എല്ലാ മാവും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പാലും കൂടി ചേർക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ പാൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതേപോലെ കുറച്ചായിട്ട് ഒഴിച്ച് ഒന്ന് ഇളക്കി നമുക്കൊരു തിക്ക് കൺസിസ്റ്റൻസിയിൽ വരുന്നിടം വരെ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കിയെടുക്കാം. അപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ ഒരു കേക്കിൻ്റെ മാവ് കിട്ടേണ്ടത്. ഇതാ നമ്മുടെ ഒരു മാവ് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ടിന് ഞാൻ 1 kg ഒരു കേക്ക് ടിനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കേക്ക് ടിന്നിൽ നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തൊന്ന് സ്പ്രെഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് തൂത്ത് കൊടുക്കാം. ഞാനിതിൽ ബട്ടർ പേപ്പർ വെക്കുന്നില്ല. ബട്ടർ പേപ്പർ വേണമെങ്കിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ബട്ടർ പേപ്പർ വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ എണ്ണയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കേക്കിൻ്റെ ബാറ്ററെല്ലാം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതേപോലെ ഒന്ന് തട്ടിക്കൊടുക്കാം. എയർ ബബിൾസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യണം. ഇത് ഓവനിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 10 മിനിറ്റ് ഞാൻ ഈ ഓവൻ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിൽ ടൈം സെറ്റ് ചെയ്യണം. ഞാനിതിൽ 180 ഡിഗ്രി ടെമ്പറേച്ചറിലാണ് ഇത് വെക്കുന്നത്. പിന്നെ താഴെയും മുകളിലും ചൂടടിക്കുന്ന രീതിയിലാണ് രണ്ടാമത്തെ ആ ഒരു ബട്ടൺ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ 180 ഡിഗ്രിയിലും. പിന്നെ നമ്മുടെ ടൈം വേവാനുള്ള ടൈം എന്ന് പറയുന്നത് 40 to 45 മിനിറ്റാണ് ഞാൻ വെച്ചിരിക്കുന്നത്. 40 മിനിറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ ഒരു 30-35 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നിങ്ങൾ ജസ്റ്റ് ഓപ്പൺ ആക്കി നോക്കുക. അപ്പോൾ നമുക്ക് കേക്ക് ഇവിടെ ഇരുന്ന് റെഡി ആവട്ടെ. അപ്പോഴേക്കും നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് എപ്പോഴും യൂസ് ചെയ്യാറുള്ളത്. റിച്ചിൻ്റെ ഉണ്ട്, അങ്ങനെ പല കമ്പനിയുടെ ഉണ്ട്. അതുപോലെ വേണം ഓപ്പൺ ആക്കേണ്ടത്.
എന്നിട്ട് നമുക്ക് പിന്നീടും റീയൂസ് ചെയ്യാവുന്നതാണ്. നല്ല എക്സ്പയറി ഡേറ്റ് ഒക്കെ ഉണ്ട്. ഇതേപോലെ കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം ഹൈ സ്പീഡിലിട്ടൊന്ന് ബീറ്റ് ചെയ്യുക, പിന്നെ 2-ലും 1-ലും ഒക്കെ ആയിട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു പരുവത്തിലാണ് നമുക്കിത് കിട്ടേണ്ടത്. നല്ല രീതിയിൽ ഞാനിത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് കമത്തിയൊക്കെ നോക്കുമ്പോഴത്തേക്കും ഇത് തറയിലൊന്നും വീഴാത്ത രീതിയിൽ ആവുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ഒരു കൺസിസ്റ്റൻസി ആവുന്നത്. അപ്പം നമ്മുടെ കേക്കും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല പൊന്തിയൊക്കെ വന്നിട്ടുണ്ട്. ഒരു 35 മിനിറ്റാണ് ഇപ്പം ആയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു 35 മിനിറ്റ് ആയപ്പോഴത്തേക്കും ഞാനിത് ഓപ്പൺ ആക്കി നോക്കിയപ്പോഴത്തേക്കും ഇത് നന്നായിട്ട് പൊന്തി നല്ല വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനിത് കയ്യൊന്നും പൊള്ളാതെ തന്നെ പുറത്തെടുക്കണം. ഇത് ഒന്ന് ചെറിയൊരു ചൂടൊന്ന് മാറിയതിന് ശേഷം ഇതിൻ്റെ സൈഡൊക്കെ ഇളകി വന്നിട്ടുണ്ട്. ഞാനിപ്പം ഇത് ഇളക്കി എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഇളകി വന്നു. ബട്ടർ പേപ്പറിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതൊന്ന് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനൊരു 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അത് ഫസ്റ്റ് ലെയർ എടുത്തിട്ടുണ്ട്. അതുപോലെ 2 ലെയറും കൂടി കട്ട് ചെയ്യുക. 3 ലെയറായിട്ടാണ് നമുക്കിത് വേണ്ടത്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഈ ഒരു ബോർഡിൽ നമ്മളൊരു കുറച്ച് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒരു ലെയർ എടുത്ത് വെക്കണം. നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഷുഗർ സിറപ്പ് ഓൾറെഡി നേരത്തെ ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുമായിരുന്നു. അപ്പോൾ 2-3 സ്പൂൺ ഷുഗർ സിറപ്പ് കൂടി ഒഴിച്ചു കൊടുത്തിട്ട് വിപ്പിംഗ് ക്രീം നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എല്ലാ സ്ഥലത്തേക്കും. ഇപ്പോൾ ലെവലാക്കി എടുക്കണം എന്നൊന്നുമില്ല, കാരണം ഇത് ഇടയ്ക്കുള്ള പോർഷനാണ്. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ലെവലാക്കി എടുക്കുകയൊന്നും വേണ്ട. അപ്പോൾ വിപ്പിംഗ് ക്രീം ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സെക്കൻഡ് ലെയർ കൂടി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഈ വീണ്ടും ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. അടുത്ത വിപ്പിംഗ് ക്രീം കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അടുത്ത 3ാമത്തെ ലെയറും കൂടി ഞാൻ ഇതിലേക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ 3 ലെയറും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം. ഇനി വിപ്പിംഗ് ക്രീം ഒഴിച്ച് നന്നായിട്ട് തേച്ച് നന്നായിട്ട് നമ്മളിതൊന്ന് ലെവൽ ചെയ്ത് സെറ്റ് ചെയ്തെടുക്കണം. ഇതേപോലെ സൈഡൊക്കെ ഒന്ന് ലെവലാക്കി എടുക്കാം. അപ്പം അങ്ങനെ നമ്മുടെ കേക്ക് വിപ്പിംഗ് ക്രീമൊക്കെ ഒഴിച്ച് തേച്ച് നല്ല സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഒന്ന് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പൈപ്പിംഗ് ബാഗ് എടുക്കുക. പൈപ്പിംഗ് ബാഗിലേക്ക് നമ്മുടെ ഈ വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് പോർഷനിൽ വന്നിട്ടുള്ള ആ ഒരു കേക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇതേപോലെ മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കുക. നമുക്ക് പൈപ്പിംഗ് ബാഗിൽ ഈ ഒരു നോസിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഈ നോസിൽ വെച്ചിട്ട് ഇതേപോലെ നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ചുറ്റിനും ഞാൻ ഇതേപോലെ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഒരുപാട് അങ്ങനെ ഡിസൈൻ ചെയ്യാനൊന്നും വലുതായിട്ടൊന്നും അറിയില്ല. എനിക്ക് പറ്റുന്ന ഒരു രീതിയിലാണ് ഞാനിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ കുറച്ച് കേക്ക് ഫസ്റ്റിലത്തെ ആ ഒരു ഇതിൽ നിന്ന് കുറച്ച് പീസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാനൊന്ന് മിക്സിയിൽ ഒന്ന് ഇതാക്കി പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതേപോലെ അരിപ്പയിലിട്ട് നമുക്ക് മുകളിലൊന്ന് അരിച്ച് ചേർത്ത് കൊടുക്കാം. ആ സൈഡിലൊക്കെ ഇതേപോലെ തന്നെ കൈ കൊണ്ടൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ സൈഡിലൊക്കെ ആ ഒരു കേക്കിൻ്റെ ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മുകളിൽ നമുക്ക് ചെറി വെച്ച് കൊടുക്കാം. ചെറിയും വെച്ച് എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണ്. ഇനി നമുക്ക് പുതിയ വീഡിയോയുമായി കാണുന്നിടം വരെ ടേക്ക് കെയർ, ബൈ.